വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 90 വർഷക്കാലത്തെ നീണ്ട ജൈത്രയാത്രയാണ് കലാനിലയത്തിനുള്ളത്. അന്ന് കൊല്ലത്ത് വരുന്നപ്പോഴൊക്കെ നമ്മുടെ പീരങ്കി മൈതാനത്താണ് നാടകം കളിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ മരണശേഷം ഞാൻ കൊല്ലത്ത് നാടകം കളിക്കാൻ സ്ഥലം അന്വേഷിച്ച് പീരങ്കി മൈതാനത്ത് വന്നപ്പോൾ എനിക്കന്ന് ആ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ വളരെ നിരാശയോടെ ഞാൻ പോകാൻ നേരത്തൊരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ആശ്രാമം മൈതാനം എന്ന് പറഞ്ഞ ഗ്രൗണ്ടുണ്ട്, അവിടെ ആരും പ്രോഗ്രാമൊന്നും നടത്തില്ല, സാറൊന്ന് വേണമെങ്കിൽ പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിവിടെ വന്ന് 2007 അന്നിവിടെ വന്ന് കണ്ടപ്പോൾ ഒന്നുമില്ല, അവിടെ കാടും പടലൊക്കെ പിടിച്ച് കിടക്കണം. അവിടെ ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഓഫീസുണ്ട്. അങ്ങനെ ഞാൻ ഷാനവാസിനെയാണ് അന്ന് കണ്ടത്. അപ്പോൾ ഷാനവാസും പറഞ്ഞു, ഇവിടെ അങ്ങനെ പ്രോഗ്രാമൊന്നും നടന്നിട്ടില്ല പപ്പ. ഏതായാലും ഞാനൊരു പരീക്ഷണം നടത്തി. ദൈവത്തിൻ്റെ അനുഗ്രഹവും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് അന്ന് നിറഞ്ഞ സദസ്സോടെയാണ് നമ്മളന്ന് നാടകം കളിച്ചത് 1.5 മാസക്കാലത്തോളം. അപ്പോൾ വീണ്ടും അതും ഒരു ഓണക്കാലത്തായിരുന്നു. വീണ്ടും ഒരു ഓണക്കാലത്ത് കലാനിലയം ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ വരവിന് വളരെയധികം ഒട്ടേറെ പുതുമകളുണ്ട്, പ്രത്യേകതകളുണ്ട്. കലാനിലയത്തിനെ പറ്റി ഒരു മുഖവരിയൊന്നും ആവശ്യമില്ല. കാരണം എന്നെക്കാളും കൂടുതൽ കലാനിലയത്തിനെ പറ്റിയും നാടകത്തിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. എന്നാലും ഒരു വാക്ക്, 1963 അച്ഛൻ സ്ഥിരം നാടകവേദി ആരംഭിച്ചത്. 1950 കാലഘട്ടം തൊട്ട് തന്നെ നാടകം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാവുന്ന പോലെ പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു. പക്ഷെ അന്നും ആ നാടകങ്ങൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ചരിത്ര നാടകങ്ങളും